നിങ്ങളോട് ആ സഹാബാക്കൾ, ആ ഭക്തജനങ്ങൾ, അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാഹിന്റെ ദൂതരുടെ പിന്നിൽ അണിനിരന്ന നമ്മുടെ ലോക മുസ്ലിങ്ങളുടെ നേതാക്കളാണെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പ്രഖ്യാപിച്ച നബിമാര് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരെന്ന് റസൂൽ വഹിയിലൂടെ നമുക്ക് സന്തോഷവാർത്ത നൽകിയ, നാം ഇവിടെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാകുന്ന ആ അൻസാറുകൾ ഉൾക്കൊള്ളുന്ന മുഹാജിറുകൾ, അൻസാറുകൾ എല്ലാമുള്ള 1500ഓളം പേർക്ക് അള്ളാഹ് പ്രീതിപ്പെട്ടു കൊടുത്തിരിക്കുകയാണ് ദൂതരെ. അള്ളാഹ് അവർക്ക് പ്രീതിപ്പെട്ടു കൊടുത്തു. നമുക്ക് അങ്ങനെയുള്ള ഒരു പദം അള്ളാഹുവിൽ നിന്നിട്ട് വന്നു കിട്ടിയാൽ എന്തായിരിക്കും? നാം പറക്കൂലേ സന്തോഷത്തിൽ? അള്ളാഹ് നിങ്ങളെ തൊട്ട് പ്രീതിപ്പെട്ടു. അള്ളാഹ് സഹാബാക്കളെ തൊട്ട് പ്രീതിപ്പെട്ടു. നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനുള്ളതായ കരാർ നൽകിയവർ, ബൈഅത്ത് നൽകിയവര്, ഉടമ്പടി നൽകിയവര്, ഈ ഉടമ്പടി നൽകാൻ വേണ്ടി റസൂൽ ഇരുന്നതായ വൃക്ഷത്തെ, ഇതാണ് നമ്മുടെ വിഷയം. ഈ വൃക്ഷം റസൂലിന്റെ കാലഘട്ടം കഴിഞ്ഞു, ഉമറിന്റെ കാലഘട്ടം വന്നപ്പോൾ നോക്കൂ, താബിഈങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ സഹാബാക്കൾ അങ്ങനെയുള്ള തോന്നിവാസം കാട്ടൂല. അന്ധവിശ്വാസം അവരിലില്ല. റസൂൽ അവർക്ക് ശിക്ഷണം നൽകി അവരെ ലോക മുസ്ലിങ്ങൾക്ക് നേതാക്കളാവാൻ അർഹപ്പെട്ടവരാക്കിയിട്ട് മാറ്റിയിട്ടേ ഇവിടുന്ന് റസൂൽ വിടവാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് സഹാബാക്കൾ എന്നിട്ട് അങ്ങനെയുള്ളതായ അനാചാരം ഉടലെടുക്കുകയില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? ചില ശേഷികെട്ട ദുർബല ശേഷികെട്ട ഈമാന്റെ ഉടമകൾ എന്തു ചെയ്തു? ആ വൃക്ഷത്തിൽ നിന്ന് ബർക്കത്തെടുക്കാൻ വന്നു. കശ്മീരിലേക്ക് പോകുന്നവരെ പോലെ, അല്ലെങ്കിൽ ഇറാഖിൽ പോകുന്നവരെ പോലെ. ആ വൃക്ഷം റസൂല് ചാരിയിരുന്ന വൃക്ഷമല്ലേ, അത് നമുക്ക് ചെത്തിക്കൊണ്ടു പോകാം, അതിൽ നിന്നിട്ട് നമുക്ക് ബർക്കത്തെടുക്കാം എന്ന് തീരുമാനിച്ചു. നിങ്ങൾ കേൾക്കുന്നതൊന്നും കെട്ടുകഥയല്ല. സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പോർട്ടകൻ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തെളിയിച്ചിലാക്കാനും പറ്റും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ. സഈദ് ഇബ്നുൽ മുസയ്യിബ്, എന്താണ് പ്രശ്നം? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന മരമാണ് അത്. ഈ ഒയ്യക്കുശക്കുള്ള മരമല്ല, ഊഹാപോഹമല്ല, കൃത്രിമ ഖബറല്ല. മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ഇപ്പൊ സംഭവിക്കുന്നത് കൃത്രിമ ഖബറാണ്. ഒരു സഹോദരൻ പോയി മദ്രാസിൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എല്ലാവരും പുകവലിക്കാണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കൃത്രിമങ്ങളാണ്. എന്നിട്ട് ഷേഖ് ചോദിച്ചോലോ, അദ്ദേഹം പറയാണ് മദീനയിൽ നിന്നിട്ട് എന്നോട്, കേട്ടവരുമുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ, ചോദിച്ചു പോലോ, കാരണം അദ്ദേഹം സദസ്സിൽ വെച്ചിട്ടാ പറഞ്ഞത്. എന്താണ് ഇവരൊക്കെ പുകവലിക്കുന്നത്? അപ്പോൾ മറുപടി, ഈ ഇവിടെ ഖബറടക്കപ്പെട്ട ഷെയ്ഖിന് പുകവലി വളരെ ഇഷ്ടമായിരുന്നു. മാഷാ അല്ലാഹ്, പുകവലിക്കുന്ന ഔലിയ. ഇത് പുകവലിക്കുന്ന ഔലിയ. ബോംബെയിലെ ഭീവണ്ടിയില് ഒരു സ്ഥലത്ത്, ഇതൊന്നും ഇല്ലാത്ത പറയല്ല, ബോംബെക്കാരോട് ചോദിച്ചാൽ അറിയാം. 1982 ഏകദേശം കേരളത്തിലുള്ള പത്രത്തിൽ വരെ വന്നതായ സംഭവമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തുകൊണ്ട് ഞാൻ മസ്ജിദുൻ നബവിയിൽ അല്ലാഹു റസൂലിന്റെ പള്ളിയിൽ പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ വാർത്തകൾ എത്തിയപ്പോൾ ഞാനത് ആ സദസ്സിൽ പറഞ്ഞതായിട്ട് ഇപ്പോഴും ഓർക്കുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ മദീനയിലുള്ള മനുഷ്യന്മാര്, സഹോദരന്മാര്, എന്റെ ക്ലാസ് മെമ്പർമാര് ഇന്നും എന്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നുമുണ്ട്. അതും ഭാഗ്യകരമാണ്. ഫുട്പാത്തിൽ ഇങ്ങനെ വീർത്ത് വരികയാണ്. നിങ്ങൾ വീർക്കാന്ന് പറയില്ലേ? ഫുട്പാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. വീർത്ത് വരികയാണ്. ആളും പെട്ടിയും ജനങ്ങളും കത്തിക്കാൻ വെക്കലും, അങ്ങനെയല്ല പറയില്ല, കത്തിക്കാൻ വെക്കാന്ന് വടക്കേ കേരളത്തിൽ അങ്ങനെ പറയാം. കാശിടലും എല്ലാം ആരംഭിച്ചു. ബാക്കിയുള്ളത് ഒരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കല് മാത്രമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആള് കൂടാനും കാശ് പിരിയാനും തുടങ്ങിയപ്പോൾ പിന്നെ അവർ തീരുമാനിച്ച് വിരിപ്പും കൊണ്ടുവരാം. അങ്ങനെ വിരിക്കുകയും ചെയ്തു. കാണുമ്പോൾ നല്ല 1-ാം നമ്പർ ഒലിഗിന്റെ ഖബർ. മാഷാ അല്ലാ, തബാറക്കല്ലാ. കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടി കട്ടറായിരുന്നു. കട്ടറ ഒലിയ ഈ അകത്തുനിന്ന് കട്ടർ പൊങ്ങിയതാണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസം കേരളത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ടത്. ഇപ്പോൾ ഈ നിമിഷത്തിൽ വരെ എന്താണ്? ഖബർ മഹാത്മാക്കളുടെതാണെങ്കിൽ അത് വീർക്കും, അത് പൊങ്ങും, അത് വലിപ്പമുണ്ടാകും. അങ്ങനെ ഒരു സ്ഥലം തന്നെയുണ്ട് കാഞ്ഞങ്ങാട്. ഏത്? കൊല്ലം നീണ്ടുകൊണ്ടിരിക്കുന്ന ഖബർ, വളർന്നുകൊണ്ടിരിക്കുന്ന ഖബർ. ഇത് വിശ്വസിക്കാനും ആള്, ഇതിന്റെ പിന്നെ അണിനിറക്കാനും ആള്, ഇതിന് കാശ് കൊടുക്കാനും ആള്, ഇതിനും കമ്മിറ്റികളിലൊക്കെ ഹിന്ദുക്കളും കൂടെ ഉണ്ടാവും, മുസ്ലിങ്ങളും കൂടെ ഉണ്ടാവും. കാരണം പ്രശ്നങ്ങളൊക്കെ കാശാണല്ലോ. അപ്പൊ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടാവും. മനസ്സിലല്ലേ? ശേഖരൻ ഹാജിയും ഉണ്ടാവും, മുഹമ്മദ് ഹാജിയും ഉണ്ടാവും. 2 സൈസ് ഹാജിമാരും ഉണ്ടാവും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു
ഇവിടെ നിന്ന് പട്ടാളക്കാരെ മദീനയിൽ നിന്നിട്ട് അയക്കുന്നത് വെട്ടാൻ വേണ്ടിയാണ്. ഏത് വൃക്ഷത്തെ? അല്ലാഹുവിന്റെ റസൂല് ചാരിയിരുന്ന വൃക്ഷത്തെ. കൃത്രിമ വൃക്ഷമല്ല, നബി ഡയറക്റ്റ് ചാരിയിരുന്നു എന്ന് ബുഖാരിയിൽ സ്ഥിരീകരിക്കപ്പെട്ട വൃക്ഷത്തെ. ആ വൃക്ഷത്തെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സ്വർഗ്ഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ചവരാണെന്ന് വഹയിലൂടെ വന്ന് അല്ലാഹുവിന്റെ ദൂതർ തൊള്ള കൊണ്ട് പ്രഖ്യാപിച്ച, അവരുടെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് ഈ മദീനയിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ച അബൂബക്കർ സ്വർഗ്ഗത്തിൽ, അബൂബക്കറുൻ ഫിൽ ജന്ന ഉമറുൻ ഫിൽ ജന്ന നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് അല്ലാഹുവിന്റെ ദൂതർ ചാരിയിരുന്ന വൃക്ഷത്തെ വെട്ടിയത്. എന്തിനാണ്? പറ്റൂല, തുളസി പൂജക്കാർ നമ്മുടെ ഉമ്മത്ത് ഉണ്ടാവാൻ പാടില്ല. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കേണ്ടത് 437 പ്രാവശ്യം ഖുർആൻ ഈമാൻ എന്ന വിഷയം ചർച്ച ചെയ്ത ആ ഖുർആനിൽ 90-ൽ പരം പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞ ആ റബ്ബിനോട് മാത്രമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ഈ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് റസൂൽ പറഞ്ഞ 100-ൽ ഒരു കുതിരയെ, ഒരു ഒട്ടകത്തെ, 100-ൽ ഒരു മുവഹിദിനെ കിട്ടാൻ പ്രയാസമാണ്. 100-ൽ ഒരു മുവഹിദിനെ കിട്ടാൻ പ്രയാസമാണ്. അതേ പ്രയാസമാണ്. ഏത് ലേഖകന്മാരെ, ഏത് എഴുത്തുകാരെ, ഏത് പ്രാസംഗികന്മാരെ, ഏത് പ്രബോധകന്മാരെ, ഇന്നത്തെ യുഗത്തിലുള്ളവരെ പരിശോധിച്ച് നോക്കിയാൽ ഏത് മാനദണ്ഡം മുമ്പിൽ വെച്ചിട്ട് പരിശോധിക്കണം. ഇവിടുന്ന് നിങ്ങൾ കേൾക്കുന്നതായ തൗഹീദ് ഉണ്ടല്ലോ, ഉലൂഹിയ്യത്ത്, റുബൂബിയ്യത്ത്, അൽ അസ്മാ വസിഫാത്ത് എന്നീ 3 ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന തൗഹീദ് മാനദണ്ഡമാക്കിയിട്ട് പരിശോധിച്ചാൽ റസൂല് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് എന്നത് നമുക്ക് തുറിച്ച് കാണുന്നതാണ്. ലോകത്തിലാ സകലം അതിൽ നിന്നിട്ട് മുക്തരായിട്ട് നല്ലൊരു ശതമാനത്തെ ലോകത്തിൽ നമുക്ക് അഭിമാനത്തോട് കൂടി കാണുന്നുണ്ടെങ്കിൽ വഹി ഇറങ്ങിയതായ നാട്ടിലാണ് നാം അത് കാണുന്നത്. ഇവിടെ ആനപ്പോക്കില്ല, സന്തല് പോക്കില്ല. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മരിച്ചു കിടക്കുന്നതായ മഹാത്മാക്കളില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. മരിച്ചു കിടക്കുന്ന മഹാത്മാക്കൾ മുഴുവനും കൂടിയാൽ ഇവിടെ കിടക്കുന്ന ഒരാളുടെ ചെരുവരലേക്ക് എത്തൂല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത്. സംശയമുണ്ടോ? സംശയിച്ച സുന്നിയാവൂല. അത് സംശയിച്ച സുന്നിയാവൂല. ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉടമയാവൂല അതിൽ സംശയിച്ചാൽ. കാരണം അവർ സഹാബാക്കൾ, അസ്ഹാബികൾ. ആരാണ് സഹാബാക്കൾ? അല്ലാഹ് ബഹുമാനിച്ചവർ, ആദരിച്ചവർ. ആരാണ് സഹാബാക്കൾ? ഈ ദൂതർ പറഞ്ഞു ആ സഹാബാക്കളെ കുറിച്ച്, അൻസാറുകൾ അടക്കമുള്ള. ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബാക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുതേ എന്റെ ഉമ്മത്തുകളെ, ചീത്ത പറയരുതേ എന്റെ ഉമ്മത്തുകളെ, ശകാരിക്കരുതേ എന്റെ ഉമ്മത്തുകളെ. സുബ്ഹാനല്ലാഹ്, അവരാണ് സഹാബാക്കൾ. എന്റെ സഹാബാക്കളെ എന്ന് റസൂൽ പറഞ്ഞിട്ട് നിർത്തിയില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി, എന്റെ സഹാബാക്കൾ എന്നിട്ട് ഒരു വ്യക്തിയെ പോലും നിങ്ങൾ ശകാരിക്കരുത്. പോരെ, അങ്ങനെ അള്ളാഹുവിന്റെ ദൂതർ ആദരിച്ച ബഹുമാനിച്ച സഹാബാക്കൾ. ആ സഹാബാക്കളിൽ പ്രധാനപ്പെട്ടവരാണ് മുഹാജിറുകൾ. മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന മുമ്പന്മാർ. സുബ്ഹാനല്ലാഹ്, മുമ്പന്മാർ. ഉടുതുണിക്കും മറുതുണിയില്ലാത്ത, ഇടിയും അടിയും മുഴുപ്പട്ടിണിയും അരപ്പട്ടിണിയും എല്ലാം അനുഭവിച്ച അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ രൂപത്തിൽ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്റെ അടിമകളെ? വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടോ? സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ടോ? എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് പൂതിയുണ്ട്. പർദ്ദ നമ്മുടെ സഹോദരിമാരിൽ നിന്നിട്ട് പലർക്കും അത് പറ്റൂല. പർദ്ദ ഇല്ലാത്ത രൂപത്തിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതായിരിക്കും ഉത്തമം. പർദ്ദ, സുബ്ഹാനല്ലാഹ്,